ഹിസ്റ്ററി ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഫോക്കസ് തീം 8 കേരള ടുവേഴ്സ് മോഡേണിറ്റി. കേരളം ആധുനികതയിലേക്ക്. ഫോക്കസ് ഏരിയ 1 ഇയർലി റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് കൊളോണിയലിസം. ആദ്യകാല ചെറുത്തുനിൽപ്പ് സമരങ്ങൾ. With the establishment of the British domination in Kerala, powerful resistance movements began to emerge against them. The resistance movements were organized under native chieftains, tribals, and local people. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിച്ചപ്പോൾ തന്നെ അവർക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് സമരങ്ങളും ആരംഭിച്ചു. ഈ പ്രതിരോധ സമരങ്ങൾ സംഘടിപ്പിച്ചത് പ്രാദേശിക മുഖ്യന്മാർ, ഗോത്രവർഗക്കാർ, സാധാരണക്കാരായ ജനങ്ങൾ എന്നിവരാണ്. ദ പഴശ്ശി റിവോൾട്ട്. പഴശ്ശി കലാപം. കേരളവർമ്മ പഴശ്ശി രാജ വാസ് ദ ലീഡർ ഓഫ് ദ പഴശ്ശി റിവോൾട്ട്. പഴശ്ശി കലാപത്തിന് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. ദ പഴശ്ശി റിവോൾട്ട് ഹാഡ് 2 phases. പഴശ്ശി കലാപത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ദ ഫസ്റ്റ് ഫേസ്, ഒന്നാം ഘട്ടം. ദ ബ്രിട്ടീഷ് റവന്യൂ പോളിസി വാസ് ദ കോസ് ഓഫ് ദ ഫസ്റ്റ് റിവോൾട്ട്. ആഫ്റ്റർ ദി ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം, മലബാർ went into the hands of the British. The British gave the right to collect revenue to Veeravarma of Kurumbanad instead of Payassi. Payassi Raja revolted against the British with the help of local people. Finally, the British withdrew from Wayanad and compromised with Payassi. ഒന്നാം പഴശ്ശി കലാപത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ശ്രീരംഗപട്ടണം സന്ധിപ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ടിപ്പുവിനെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. നികുതി പിരിക്കാനുള്ള അവകാശം നൽകാം എന്ന് ബ്രിട്ടീഷുകാർ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ നികുതി പിരിക്കാനുള്ള അവകാശം കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്കാണ് നൽകിയത്. പഴശ്ശിരാജ നാട്ടുകാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ആരംഭിച്ചു. അവസാനം കമ്പനി പഴശ്ശിരാജാവുമായി കരാറിൽ എത്തുകയും വയനാട്ടിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്തു. ദ സെക്കൻഡ് ഫേസ്, രണ്ടാം ഘട്ടം. ദ സെക്കൻഡ് ഫേസ് ഓഫ് ദ റിവോൾട്ട് ബിഗൻ ഇൻ 1800. The Kuruchas and Kurumbas of Wayanad participated in the war against the British. കലാപത്തിന്റെ രണ്ടാം ഘട്ടം 1800 ആരംഭിച്ചു. വയനാട്ടിലെ ഗോത്ര വർഗക്കാരായ കുറിച്യന്മാരും കുറുമ്പന്മാരും കലാപത്തിൽ പങ്കെടുത്തു. തോമസ് ഹാർവി ബാബർ, the sub-collector of Talassery, led a force against the Raja. On 13 November 1805, Payassi was killed at Mavila Thod in Wayanad. തലശ്ശേരി സബ് കളക്ടറായ തോമസ് ഹാർവി ബാബർ വയനാട്ടിൽ വെച്ച് പഴശ്ശി രാജാവിനെ നേരിട്ടു. 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാത്തോട്ടിൽ വെച്ചുണ്ടായ ഏറ്റുമുട്ടലിൽ പഴശ്ശിരാജ കൊല്ലപ്പെട്ടു. വേലുത്തമ്പി ആൻഡ് പാലിയത്തച്ഛൻ. വേലുത്തമ്പിയും പാലിയത്തച്ഛനും. In 1800, Colonel Macaulay was appointed as the British resident for Travancore and Kochi. He began to interfere in the internal affairs of Travancore. This forced Dalava to organize an armed revolt against the British. He entered into a secret deal with Paliyatachan, the chief minister of Kochi. Paliyatachan attacked the camp of Macaulay at Kochi in December 1808. Macaulay escaped from Kochi. 1800 കേണൽ മെക്കാളിയെ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ബ്രിട്ടീഷ് റെസിഡന്റായി നിയമിക്കപ്പെട്ടു.
മെക്കാളെ തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങി. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടാനുള്ള കാരണമായി ഇത് മാറി. കൊച്ചിയിലെ മുഖ്യമന്ത്രിയായ പാലിയത്തച്ഛനുമായി വേലുത്തമ്പി ഒരു രഹസ്യ ധാരണയിലെത്തി. 1808 ഡിസംബറിൽ കൊച്ചിയിലെ മെക്കാളയുടെ താവളം പാലിയത്തച്ഛൻ ആക്രമിച്ചു. മെക്കാളെ രക്ഷപ്പെട്ടു. വേലുത്തമ്പി moved to Kundara and issued the famous Kundara Proclamation in January 1809. It was a call to the people to raise a revolt against the company. The British attacked Kochi and Paliyatachan was defeated. Veluthambi removed from his position. Umminithambi, the new Dalava, ordered to capture Veluthambi. Veluthambi took asylum in a house at Mannadi. When he was surrounded by the forces, he was committed suicide. വേലുത്തമ്പി കുണ്ടറയിലേക്ക് നീങ്ങി. അവിടെ വെച്ച് അദ്ദേഹം 1809 ജനുവരിയിൽ പ്രശസ്തമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചു. കമ്പനിക്കെതിരെ ജനങ്ങളോട് കലാപത്തിനുള്ള ആഹ്വാനമായിരുന്നു കുണ്ടറ വിളംബരം. ബ്രിട്ടീഷ് സൈന്യം കൊച്ചി ആക്രമിക്കുകയും പാലിയത്തച്ഛൻ പരാജയപ്പെടുകയും ചെയ്തു. വേലുത്തമ്പിയെ രാജാവ് ദളവ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. ഉമ്മിണിത്തമ്പിയെ പുതിയ ദളവയായി നിയമിച്ചു. വേലുത്തമ്പിയെ പിടികൂടാൻ ഉത്തരവിട്ടു. അദ്ദേഹം മണ്ണടിയിലെ വീട്ടിൽ അഭയം പ്രാപിച്ചു. സൈന്യം വീട് വളഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. കുറിച്യ റിവോൾട്ട് 1812. കുറിച്യ കലാപം. The Kurichas and Kurumbas were the tribals of Wayanad. They were forced to pay to the revenue in cash rather than in kind. The Kuricha revolt started in 1812. Raman Nambi was the leader of the rebels. On 1st May 1812, the British forces captured Raman Nambi and killed him. By May 12th, the British suppressed the Kuricha revolt. കുറിച്യരും കുറുമ്പരും വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളാണ്. നികുതി പണമായി നൽകാൻ ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ ആദിവാസികൾക്ക് പണമുണ്ടായിരുന്നില്ല. അവർ നികുതി വസ്തുക്കളായാണ് നൽകിയിരുന്നത്. 1812 കുറിച്യർ കലാപം ആരംഭിച്ചു. രാമൻ നമ്പിയായിരുന്നു അവരുടെ നേതാവ്. 1812 മെയ് 1 ബ്രിട്ടീഷ് സൈന്യം രാമൻ നമ്പിയെ പിടികൂടി വധിച്ചു. മെയ് 12 ആകുമ്പോഴേക്കും കുറിച്യ കലാപം അടിച്ചമർത്തി. മാപ്പിള ഔട്ട്ബ്രേക്സ്, മാപ്പിള കലാപങ്ങൾ. Muslims in Malabar generally called Mappilas. There was a series of violent disturbances occurred in South Malabar throughout the 19th century. These disturbances are known as Mappila outbreaks. William Logan, who was appointed to inquiry into the agrarian problems of Malabar, reported that these outbreaks had their origin in agrarian discontent and poverty caused by the mistaken revenue policy of the British. These Mappila outbreaks culminated in the Malabar Rebellion of 1921. മലബാറിലെ മുസ്ലിങ്ങളെയാണ് മാപ്പിളമാർ എന്നറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ദക്ഷിണ മലബാറിൽ നിരന്തരം കലാപങ്ങൾ ഉണ്ടായി. ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. മലബാറിലെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വില്യം ലോഗൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം മൂലമുണ്ടായ ദാരിദ്ര്യവും അസംതൃപ്തിയുമാണ് ഈ കലാപങ്ങൾക്കെല്ലാം കാരണമെന്നാണ്. ഈ മാപ്പിള കലാപത്തിൻ്റെ ആകെ തുകയായി വേണം 1921 മലബാർ കലാപത്തെ കാണാൻ.
ഫോക്കസ് ഏരിയ 2, സോഷ്യൽ റിഫോംസ്, സാമൂഹ്യ പരിഷ്കരണങ്ങൾ. The 19th century Kerala society witnessed many religious superstitions and social inequalities. 19ാം നൂറ്റാണ്ടിലെ കേരള സമൂഹം അന്ധവിശ്വാസങ്ങളും അസമത്വവും നിറഞ്ഞതായിരുന്നു. കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, സ്ലേവറി, ഇറേഷണൽ സോഷ്യൽ പ്രാക്ടീസസ്, ജെൻഡർ ഇൻഈക്വാലിറ്റീസ്, ഒപ്രസീവ് റൂൾ ഓഫ് ഫ്യൂഡൽ നാടുവായ്സ് എക്സെട്ര. ജാതി സമ്പ്രദായം, തൊട്ടുകൂടായ്മ, അടിമത്തം, യുക്തിപരമല്ലാത്ത ആചാരങ്ങൾ, സ്ത്രീ പുരുഷ അസമത്വം, ഫ്യൂഡൽ നാടുവാഴികളുടെ അടിച്ചമർത്തൽ നയം. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ദിസ് ഫ്യൂഡൽ കൾച്ചർ that these social reformers started their struggle in Kerala in 19th and 20th centuries. 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലും ഫ്യൂഡൽ സംസ്കാരത്തിനെതിരെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ സമരം ആരംഭിച്ചു. വൈകുണ്ഠസ്വാമികൾ മൂവ്മെന്റ്, പ്രസ്ഥാനം. സമത്വ സമാജം. പബ്ലിക്കേഷൻസ്, പ്രസിദ്ധീകരണങ്ങൾ. അഖില തിരുട്ട്, അരുൾ നൂൾ. റിഫോംസ്, പരിഷ്കാരങ്ങൾ. ഫസ്റ്റ് ടു മേക്ക് മിറർ consecration in South India. He stood for equality for all the people without any discrimination. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. സാമൂഹ്യ സമത്വത്തിനു വേണ്ടി നിലകൊണ്ടു. ശ്രീ നാരായണ ഗുരു മൂവ്മെന്റ്സ്, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP. പബ്ലിക്കേഷൻസ്, ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, നവമഞ്ചരി. റിഫോംസ്, പരിഷ്കാരങ്ങൾ. He stood for abolition of superstitions and caste distinction. He persuaded the people to take Western education. His famous saying was, "One caste, one religion, and one God for man." In 1888, he consecrated a Shiva idol at Arivipuram. അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനം എന്നിവ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി നിലകൊണ്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസം പിന്തുടരാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസിദ്ധ വാക്യം ഉയർത്തി. ചട്ടമ്പി സ്വാമികൾ. പബ്ലിക്കേഷൻസ്, പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. റിഫോംസ്, പരിഷ്കാരങ്ങൾ. He opposed a caste system and irrational social practices. ജാതി, യുക്തിരഹിത സാമൂഹ്യ അനുഷ്ഠാനങ്ങൾ എന്നിവ എതിർത്തു. അയ്യങ്കാളി മൂവ്മെന്റ്, സാധുജന പരിപാലന സംഘം. റിഫോംസ്, പരിഷ്കാരങ്ങൾ. He stood for opening up public roads and other civic rights, including schooling for lower caste. He opposed caste system. He organized the Kallumala agitation. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം പൊതുവഴി തുറന്നു കിട്ടുന്നതിനുൾപ്പെടെയുള്ള പൗര അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി. ജാതി വ്യവസ്ഥയെ എതിർത്തു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്രധാരണത്തിനുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവി മൂവ്മെന്റ്, പ്രസ്ഥാനം. ട്രാവൻകൂർ മുസ്ലിം മഹാജന സഭ. പബ്ലിക്കേഷൻസ്, പ്രസിദ്ധീകരണങ്ങൾ. സ്വദേശാഭിമാനി, എഡിറ്റഡ് ബൈ കെ രാമകൃഷ്ണ പിള്ള. അൽ ഇസ്ലാം. കെ രാമകൃഷ്ണ പിള്ള എഡിറ്ററായ സ്വദേശാഭിമാനി. അൽ ഇസ്ലാം. റിഫോംസ്, പരിഷ്കരണങ്ങൾ.
He advised the Muslims to discard all un-Islamic practices. He advised the Muslim to take to Western education and to play an active part in modern progressive movements. ഇസ്ലാമിക വിരുദ്ധമായ എല്ലാ ആചാരങ്ങളും ഉപേക്ഷിക്കാൻ മുസ്ലിങ്ങളോട് അഭ്യർത്ഥിച്ചു. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പങ്കാളികളാകാനും ആഹ്വാനം ചെയ്തു. വാഗ്ബടാനന്ദ മൂവ്മെന്റ് പ്രസ്ഥാനം. ആത്മവിദ്യാ സംഘം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരണങ്ങൾ. അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം. റിഫോംസ് പരിഷ്കാരങ്ങൾ. He favored the right of the lower caste to temple entry. He promoted rationalism and critical thinking. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. യുക്തിചിന്ത, വിമർശന ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറ പബ്ലിക്കേഷൻസ്. ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, നാലാഗമനങ്ങൾ. റിഫോംസ് പരിഷ്കരണങ്ങൾ. He established schools. He established orphanages for aged and poor people of the society. സ്കൂളുകൾ സ്ഥാപിച്ചു. ദരിദ്രർക്കും വൃദ്ധർക്കുമായി അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. വി.ടി. ഭട്ടതിരിപ്പാട് പബ്ലിക്കേഷൻസ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. റിഫോംസ് പരിഷ്കാരങ്ങൾ. He stood for the uplift of Nambudiri women, especially widows. He opposed a dowry system. He opposed the practice of young girl getting married off to old men. നമ്പൂതിരി സ്ത്രീകളുടെയും വിധവകളുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. സ്ത്രീധനത്തെ എതിർത്തു. യുവതികളെ വൃദ്ധർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമ്പ്രദായത്തെ എതിർത്തു. In general, social reformers of 19th and 20th century was stood for eradication of caste system, spread of education, empowerment of women, social justice, uplift of labor class, rationalism and critical thinking, ensuring public spaces to all. സാമൂഹ്യ പരിഷ്കർത്താക്കൾ പ്രവർത്തിച്ചത് ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ, വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ, സ്ത്രീ ശാക്തീകരണം, സാമൂഹ്യ നീതി, തൊഴിലാളികളുടെ ഉന്നമനത്തിനു വേണ്ടി, യുക്തിചിന്തയും വിമർശന ചിന്തയും വളർത്താൻ, പൊതു ഇടങ്ങൾ എല്ലാവർക്കും ഉറപ്പുവരുത്താൻ. ഫോക്കസ് ഏരിയ 3. സ്ട്രഗിൾ ഫോർ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഒരു ജനാധിപത്യ സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടം. 19th and 20th century witnessed certain social reform movement and civic right movements in Kerala. This movement was also against social evils, caste-based restrictions, denial of basic human rights, denial of human dignity. 19-20 നൂറ്റാണ്ടിൽ കേരളത്തിൽ സാമൂഹ്യ നവീകരണ പ്രസ്ഥാനങ്ങളും പൗര അവകാശ പ്രസ്ഥാനങ്ങളും ഉയർന്നു വരികയുണ്ടായി. ഈ പ്രസ്ഥാനങ്ങളെ എല്ലാം സാമൂഹ്യ തിന്മക്കെതിരെയും ജാതി വേർതിരിവുകൾ മനുഷ്യ അവകാശ നിഷേധനത്തിന് എതിരെയുമായിരുന്നു. മനുഷ്യന്റെ അന്തസ് നിഷേധിക്കുന്നതിനും എതിരായിരുന്നു. ചന്നാർ ലഹള, ചന്നാർ അജിറ്റേഷൻ. It was against social injustice and to protect social justice. It was held at Travancore. Channar women had no right to wear dress as the upper class. Colonel Monroe, Diwan of Travancore, an order was issued to permitting the converted Channar women to cover their bodies with a jacket. They also wear a scarf as wearing upper class women. Finally, a royal proclamation was issued on July 26, 1859, abolishing all restrictions in the matter of dress.
സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു തിരുവിതാംകൂറിൽ നടന്ന ചന്നാർ ലഹള. തിരുവിതാംകൂറിലെ ദിവാനായ കേണൽ മൺട്രോ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചന്നാർ സ്ത്രീകൾക്ക് കുപ്പായം ധരിക്കാൻ അനുവാദം നൽകി. ഉയർന്ന ജാതിയിൽ സ്ത്രീകളെ പോലെ ഉത്തരീയവും അവർ അണിഞ്ഞു. ഒടുവിൽ 1859 ജൂലൈ 26 വസ്ത്രധാരണത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്തു. വൈക്കം സത്യാഗ്രഹം 1924-25. It was struggle for the eradication of untouchability. The focus of the Satyagraha was the right of the untouchables to walk on the approach roads of Vaikam temple. Leaders of the Satyagraha: T.K. Madhavan, Mannathu Padmanabhan, C.V. Kunyiraman, K. Kelappan. ഐത്തോച്ചാടനത്തിനു വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് കൂടി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടുന്നതിനു വേണ്ടിയുള്ള സമരമാണ് വൈക്കം സത്യാഗ്രഹം. നേതാക്കൾ ടി കെ മാധവൻ, മന്നത്ത് പത്മനാഭൻ, സി വി കൃഷ്ണൻ, കെ കേളപ്പൻ. A Savarna Jatha organized under the leadership of Mannathu Padmanabhan. The Jatha came to Thiruvananthapuram and submitted the demand before the ruler Sethu Lakshmi Bai. All these events, Savarna Jatha and Satyagraha, helped to influence public opinion in favor of temple entry. The Satyagraha finally ended in success in 1925 by the mediation of Mahatma Gandhi. On 23rd November 1925, the government declared open all the roads on 3 sides of the temple except 2 lanes leading to the eastern approach road. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഒരു സവർണ ജാഥ സംഘടിപ്പിച്ചു. ജാഥ തിരുവനന്തപുരത്ത് എത്തി. റാണി സേതു ലക്ഷ്മി ബായിയെ കണ്ട് ആവശ്യങ്ങൾ ബോധിപ്പിച്ചു. സത്യാഗ്രഹവും സവർണ ജാഥയും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായ പൊതുജന അഭിപ്രായം രൂപപ്പെടുത്താൻ കാരണമായി. ഒടുവിൽ ഗാന്ധിജി ഇടപെടുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ സമരം വിജയിക്കുകയും ചെയ്തു. 1925 നവംബർ 23 വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള റോഡുകൾ ജാതി വ്യത്യാസമില്ലാതെ തുറന്നുകൊടുത്തു. ഗുരുവായൂർ സത്യാഗ്രഹ 1931-32. Another important milestone in the history of social reform movement was Guruvayur Satyagraha. The aim was to open the temple at Guruvayur to all Hindus. This temple controlled by Samarin of Calicut. The Satyagraha started on November 1st, 1931 under the leadership of K. Kelappan and Mannathu Padmanabhan. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഈ സമരം. ഈ ക്ഷേത്രം കോഴിക്കോട്ടെ സാമൂതിരിയുടെ നിയന്ത്രണത്തിലായിരുന്നു. കെ കേളപ്പന്റെയും മന്നത്ത് പത്മനാഭന്റെയും നേതൃത്വത്തിൽ 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. K. Kelappan started a fast in front of the temple. Savarnas attacked the Satyagrahis like A.K. Gopalan, P. Krishnapilla, etc. On Gandhiji's advice, Satyagraha was ended. A referendum was held at Ponnani Taluk. The Ponnani referendum revealed the approval of the majority of the people for temple entry. കെ കേളപ്പൻ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിൽ നിരാഹാരം ആരംഭിച്ചു. സവർണർ എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള തുടങ്ങിയ വളണ്ടിയർമാരെ ആക്രമിച്ചു. ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ചുള്ള ജനഹിതം അറിയാൻ
പൊന്നാനി താലൂക്കിൽ ഒരു ജനഹിത പരിശോധന നടത്തി. ജനങ്ങളിൽ ഭൂരിഭാഗവും അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. However, this Guruvayur Satyagraha failed to achieve its immediate goal, but it formed a popular demand for temple entry to all people. ഗുരുവായൂർ സത്യാഗ്രഹം അടിയന്തര ലക്ഷ്യം നേടുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥയും പൊതുജന അഭിപ്രായവും രൂപപ്പെടുത്തുന്നതിന് സഹായകരമായി. ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്രപ്രവേശന വിളംബരം, November 12, 1936, മിറക്കിൾ ഓഫ് മോഡേൺ ടൈംസ്. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ issued famous temple entry proclamation on November 12, 1936, opening all the temples of the state to all Hindus irrespective of caste. The proclamation, which is the first of its kind in India. Gandhiji hailed it as a miracle of modern times. 1936 നവംബർ 12 ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചു. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തു. ഇത്തരത്തിലുള്ള വിളംബരം ഇന്ത്യയിൽ ആദ്യമായിരുന്നു. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്നാണ് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത്. പാലിയം സത്യാഗ്രഹ 1947-48. It was against the eradication of untouchability. In the Kochi state, some roads of high caste and some temples were not allowed to walk the untouchables. The road in front of the residence of Paliyat Achan, Chief Minister of Cochin, not allowed to low caste. പാലിയം സത്യാഗ്രഹം ഐത്തോച്ചാടനത്തിനു വേണ്ടിയുള്ള സമരമായിരുന്നു. കൊച്ചിയിൽ ചില സവർണ ഹിന്ദുക്കളുടെ വീടുകളുടെ മുമ്പിലൂടെയുള്ള റോഡിലൂടെയും ക്ഷേത്രങ്ങളിലേക്കുള്ള റോഡുകളിലൂടെ അവർണർക്ക് നടക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ്റെ വീട്ടിൻ്റെ മുമ്പിലൂടെയുള്ള റോഡിൽ കൂടി നടക്കാൻ അവർണർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. Cochin State Praja Mandalam, the Communist Party, the SNDP Yogam joined together to organize a Satyagraha. The Satyagraha launched by C. Kesavan began in December 4, 1947. The temple of Kochi were open to all the Hindus in April 1948. Avarnas and non-Hindus got the freedom to walk along the Paliyam road. കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP എന്നീ സംഘടനകൾ ചേർന്ന് പാലിയം സത്യാഗ്രഹം ആരംഭിച്ചു. 1947 ഡിസംബർ 4 C. കേശവൻ സത്യാഗ്രഹം ആരംഭിച്ചു. 1948 ഏപ്രിൽ മാസത്തിൽ കൊച്ചിയിലെ ക്ഷേത്രങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടിയും തുറന്നുകൊടുത്തു. പാലിയം റോഡിൽ കൂടി നടക്കാൻ അവർണർക്കും അഹിന്ദുക്കൾക്കും സ്വാതന്ത്ര്യം ലഭിച്ചു.